Good afternoon, everyone. So, Leaders Group in പുതിയൊരു സംരംഭം ലീഡേഴ്സ് ഫിറ്റ്നസ് കണ്ണൂർ ക്യാപിറ്റൽ മോളിൽ സെപ്റ്റംബർ 3 വൈകുന്നേരം 3:30 ഉദ്ഘാടനം ചെയ്യുന്ന വിവരം ഏവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. സോ അതിന് മുന്നോടിയായി നമ്മൾ സംഘടിപ്പിച്ച ഈ ഒരു പ്രസ് മീറ്റിംഗിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലീഡേഴ്സ് ഗ്രൂപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. UAE വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നിറസാന്നിധ്യമായ ബ്രില്യൻസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷന്റെ സിസ്റ്റർ കമ്പനിയാണ് ലീഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ലീഡേഴ്സ് ഗ്രൂപ്പ് 2017 നമ്മൾ കേരളത്തിൽ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീഡേഴ്സ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഇപ്പോൾ നമുക്ക് ലീഡേഴ്സ് എഡ്യൂക്കേഷൻ കണ്ണൂർ, കാലിക്കറ്റ്, കോട്ടക്കൽ, അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് കോളേജ് സ്കൂൾ ഓഫ് ബിസിനസ് ഒരു വേൾഡ് ക്ലാസ് ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളാണ് സ്വന്തം ക്യാമ്പസിൽ ആദികടലായിൽ ഉണ്ട്. അതുപോലെ തന്നെ ലീഡേഴ്സ് ഫിറ്റ്നസ് കണ്ണൂർ, കോട്ടക്കൽ. നമ്മുടെ പുതിയൊരു സംരംഭമാണ് ലീഡേഴ്സ് ഫിറ്റ്നസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ സെപ്റ്റംബർ 3. അപ്പോൾ ഇതിന് ലീഡേഴ്സ് ഫിറ്റ്നസിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു മിസസ് ജെനിഫർ, ഹെഡ് ലീഡേഴ്സ് ഫിറ്റ്നസ് ഇന്ത്യ. താങ്ക് യു. ജെനിഫർ ലീഡേഴ്സ് ഫിറ്റ്നസിന്റെ ഹെഡാണ്. ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാദമി എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ സോഷ്യൽ ട്രെയിനിങ് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ ആണ് വേണ്ടത്. അതായത് പുറത്ത് രാജ്യത്തിൽ പോയിട്ട് ഒരു നല്ല പേഴ്സണൽ ട്രെയിനറായിട്ട് കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് നേടേണ്ടത്. ഇതൊക്കെയാണ് ഈ കോഴ്സിന്റെ കാര്യങ്ങൾ. അപ്പം ഓക്കെ, താങ്ക് യു. ഇപ്പം ഞാൻ സോഫിയ മെഹബൂബ് ലീഡേഴ്സ് ഫിറ്റ്നസ് UAE ഇൻചാർജിനോട് ക്ഷണിക്കുന്നു. Hello everyone, and very good afternoon. We are happy to see the gathering more than we expected. And myself, Sufia Mehboob, Leaders Fitness Head, UAE. We started our journey before a year in Karama, Dubai, UAE, and we have completed 1 year now. And we are really happy to extend our branches in India, Kerala, Kannur, which is hometown of our director, Dr. Harshad AK, and we would be willing to see a very good growth in Kannur. And now I would like to ask Dr. Harshad AK to speak to you. നമസ്കാരം. എല്ലാ മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സും എല്ലാ പത്രപ്രവർത്തകർക്കും എല്ലാവർക്കും ആദ്യമായി ഈ ഒരു ലീഡേഴ്സ് ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ് ഫിറ്റ്നസിൻ്റെ ഇനോഗ്രൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തി ഓൾറെഡി നമ്മുടെ ഓപ്പറേഷൻസ് ഹെഡ് രജിഷ മാഡം, അതുപോലെ തന്നെ ജെനിഫർ, ഇന്ത്യൻ ലീഡേഴ്സ് ഫിറ്റ്നസിൻ്റെ മാനേജർ ജെനിഫർ, UAE മാനേജറായ സോഫിയ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും എൻ്റെ ഫാദറുമായ CH സത്താർ, അദ്ദേഹം നമ്മുടെ ഈ പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം സ്വന്തം ജന്മനാട്ടിലെ കണ്ണൂരിൽ ലീഡേഴ്സ് കോളേജിന് ശേഷം, നമ്മുടെ കണ്ണൂർ വട്ടക്കുളത്തുള്ള ലീഡേഴ്സ് കോളേജിന് ശേഷം മറ്റൊരു സംരംഭമായ ലീഡേഴ്സ് ഫിറ്റ്നസ് അത് നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷിക്കുന്നു. കഴിഞ്ഞ 11 വർഷമായിട്ട് UAE ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻലി ഇൻ ടു എഡ്യൂക്കേഷൻ സെക്ടർ മാനേജ്മെന്റ് കോളേജ് റൺ ചെയ്ത് വരികയാണ് UAE-ലും ഒമാനിലും കുവൈത്തിലും ബഹ്റൈനിലും. അതുപോലെ തന്നെ IT സൊല്യൂഷൻസും ഒരു റെസ്റ്റോറൻ്റൊക്കെ UAE-ലുണ്ട്. ഇപ്പോൾ 4 വർഷം മുന്നെയാണ് ഇവിടെ ലീഡേഴ്സ് കോളേജ് എന്ന് പറഞ്ഞ ബിസിനസ് സ്കൂൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂരിൽ കടലായി. അപ്പോൾ കഴിഞ്ഞ 1 വർഷം മുന്നേ ദുബായിൽ ലീഡേഴ്സ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇതൊരു ഹെൽത്ത് ക്ലബ്ബാണ്. വളരെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബാണ്. അതോടൊപ്പം തന്നെ ഒരു ഫിറ്റ്നസ് അക്കാഡമി കൂടിയാണ്. എന്താണ് ഈ ഫിറ്റ്നസ് അക്കാഡമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്നത് പല ജിമ്മുകളിലും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട്. ഈ ട്രെയിനേഴ്സിനെ ആക്ച്വലി നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെപ്സ് ഇന്ത്യ, രജിസ്റ്റേർഡ് ഫോർ എക്സസൈസ് പ്രൊഫഷണൽസ് ഇന്ത്യ എന്ന് പറയുന്ന ബോഡി, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് കൺട്രോൾ ചെയ്തു വരുന്ന ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. അതിൽ പറയുന്ന പേര് ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് എന്നാണ്. ഈ കോഴ്സ് കഴിഞ്ഞ ട്രെയിനേഴ്സിനാണ് ശരിക്കും സർട്ടിഫൈഡ് നമുക്ക്
വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ലൈസൻസ് കിട്ടുന്നത് പോലെ ടീച്ചേഴ്സിന് B.Ed ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായി ക്ലാസ് കൊടുക്കാൻ ഈ ഒരു കോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇതുവരെ എല്ലാ ജിമ്മുകളും ജോലിക്ക് എടുക്കുമ്പോൾ ആ ഒരു കോഴ്സ് ഉണ്ടോ എന്നൊന്നും ആരും നോക്കുന്നില്ല. ബട്ട് അത് കാലക്രമേണ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സർട്ടിഫൈഡ് ട്രെയിനേഴ്സിനെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ UAE-ലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഈ സർട്ടിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ ഈ ജോബ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നൽകുന്ന UAE-ൽ ഓൾറെഡി തുടങ്ങി 200ഓളം ട്രെയിനേഴ്സിനെ വാർത്തെടുത്ത ഒരു ഗ്രൂപ്പാണ്. ഒരു വർഷം കൊണ്ടാണ് പറയുന്നത്, ഒരു വർഷം കൊണ്ട് 200ഓളം ട്രെയിനേഴ്സിന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് ലീഡേഴ്സ് ഫിറ്റ്നസ് ഗ്രൂപ്പ്. അത് തന്നെ ഇന്ത്യയിലും കഴിഞ്ഞ ഒരു വർഷം ഇതിന്റെ പിന്നിൽ നടന്നിട്ടാണ് ഇതിന്റെ ഒരു അപ്രൂവൽ എടുത്തത് റെപ്സ് ഇന്ത്യയിൽ നിന്നും. അപ്പോ ഇപ്പൊ നമ്മൾ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി 150-ലധികം ട്രെയിനേഴ്സ് ജോയിൻ ചെയ്ത് കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അതിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ കണ്ണൂർ ഈ ജിമ്മിലായിരിക്കും നടക്കുന്നുണ്ടാവും. അപ്പോ ലീഡേഴ്സ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ്ങും ന്യൂട്രീഷൻ കോഴ്സും ഫിറ്റ്നസ് റിലേറ്റഡ് കോഴ്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ അത് ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ക്വാളിറ്റി ഹെൽത്ത്, നമുക്ക് എപ്പോഴും ഹെൽത്ത് ആണ് വെൽത്ത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹെൽത്ത് കൈകാര്യം ചെയ്യാൻ നല്ലൊരു ഒരു എന്താ പറയുക ഫെസിലിറ്റീസ് ഉള്ള ഒരു കംപ്ലീറ്റ് നല്ല എഡ്യൂക്കേറ്റഡ് ട്രെയിനേഴ്സ് ഉള്ള കംപ്ലീറ്റ് ടൈം സാനിറ്റൈസ് ഒക്കെ ചെയ്ത് സാനിറ്റൈസിങ് മെഷീൻസ് എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് എല്ലാം വൃത്തിയോടെ ചെയ്ത് കൈകാര്യം ചെയ്യുന്ന ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ഹെൽത്ത് ക്ലബ്ബ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന വിവരം എല്ലാവരും, എല്ലാ വ്യൂവേഴ്സിനെയും എല്ലാ മീഡിയ പേഴ്സൺസിനെയും നമ്മൾ അറിയിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 3-ാം തീയതി വൈകിട്ട് 3:30-ക്കാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷന് കുറച്ച് ഗസ്റ്റുകൾ കാര്യങ്ങൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വളരെ ഇൻവൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വെച്ചിട്ടാണ്, അറിയാതെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കോവിഡ് പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ട് തന്നെ പാസ്സൊക്കെ വെച്ച് നമ്മുടെ സ്റ്റാഫ്സും അതുപോലെ അടുത്ത കുറച്ച് റിലേറ്റീവ്സും നമ്മൾ കുറച്ച് വേണ്ടപ്പെട്ട ആളുകളും വിളിച്ച് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മറ്റുള്ളവരുടെ എല്ലാവരും സപ്പോർട്ട് വേണം. മറ്റുള്ളവർക്ക് ഇത് ലൈവായിട്ട് കാണാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ലിങ്ക് യൂട്യൂബിൽ ഡയറക്റ്റ് ലൈവ് ഇനോഗ്രേഷൻ സെഷനും പ്രോഗ്രാംസും വെച്ചിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് 2 കാര്യം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ ദിവസം നിങ്ങളുടെയൊക്കെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട് സ്നേഹാദരവ് എന്നുള്ളൊരു സംഭവം. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അറിയാം, സ്പോർട്സിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ബേസിക്കലി 2 തവണ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു റെസ്ലിംഗില്. തൈക്കണ്ടി ജിംനേഷ്യത്തിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്റെ കോച്ച് മിസ്റ്റർ രവീന്ദ്രൻ, അതുപോലെ മാമുക്ക എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. സെന്റ് മൈക്കിൾസിലാണ് പഠിച്ചത്. സ്റ്റേറ്റ് സമ്മാനം നേടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫിറ്റ്നസിന് താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഹയർ എഡ്യൂക്കേഷന് കോയമ്പത്തൂരാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഭാരതീയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഭാരതീയ യൂണിവേഴ്സിറ്റി പവർ ലിഫ്റ്റിംഗിൽ ഗോൾഡ് മെഡൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസിനോട് നല്ല താല്പര്യമുണ്ട്. അങ്ങനെ ഇവിടെ ഉള്ള ഒരുപാട് ഫിറ്റ്നസിന്റെ ആൾക്കാരെ പരിചയമുണ്ട്. ഒരുപാട് ഇവിടെ അവരെത്ര ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ സ്പോർട്സ് ആൾക്കാരെ വാർത്തെടുക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം അവർക്ക് അതിനുള്ള കൃത്യമായ ഒരു അർഹത കിട്ടുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്കറിയാം, എന്നെയൊക്കെ പഠിപ്പിച്ച കോച്ച് ഇപ്പം എന്താ പറയുക, ഇപ്പോഴും ബുദ്ധിമുട്ടായി ടെൻഷനായിട്ടൊക്കെ ഒരു കുട്ടികളെ കറക്റ്റ് ഫീസ് അടക്കാൻ പറ്റാത്ത, ക്ലാസ് കൊടുക്കാൻ പറ്റാത്തൊക്കെ ബുദ്ധിമുട്ട് നടക്കുകയാണ്. പക്ഷെ വിദ്യാർത്ഥികൾ, പഠിച്ച ആളുകളൊക്കെ പല ഉന്നത നിലയിലെത്തിയാലും അവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോച്ചസിന് ഡെവലപ്പ് ചെയ്യാനോ നമ്മളൊരു ശ്രദ്ധ കുറയുന്നുണ്ട്. ബട്ട് എങ്കിലും ഇപ്പോഴത്തെ തലമുറ വിദ്യാർത്ഥികൾ അവർ ഒരുപാട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കോച്ചസിന് എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. കാരണം അവർ നമ്മളെ പോലത്തെ ഒരുപാട് ആളുകൾ ഒള്ളി ഈ ഒരു അത്ലറ്റിക്സിലോ ഗെയിംസിലോ മാത്രമല്ല, അതുകൊണ്ട് നമുക്ക് ഒരുപാട് മെന്റൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. പവർ ലിഫ്റ്റിംഗിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഇല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗിന്റെ, റെസ്ലിംഗിന്റെ, കറാട്ട, കളരി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇങ്ങനെയുള്ള പല സ്പോർട്സ് ഇതിലും നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഈ ഒരുപാട് ശിഷ്യന്മാരെയും ഒരുപാട് പ്രൈസ് കണ്ണൂർ വാങ്ങിച്ചു തന്നെ. അതിൽ കുറച്ച് ആളുകളെയാണ് ഞാനിവിടെ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറെ ആളുകൾ മിസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് അവരൊക്കെ നമ്മുടെ നന്ദി രേഖപ്പെടുത്താണ്. പക്ഷെ മെയിൻ കുറച്ച് ആളുകൾ എനിക്ക് പരിചയമുള്ളതും നമ്മുടെ ഇവിടെ ഒരുപാട് ശിഷ്യന്മാരെ വളർത്തിയെടുത്ത ആളുകളെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. ആ ഒരു ദിവസം, ആ ഒരു ഇനോഗ്രേഷൻ ഡേ, അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരൊക്കെ ലീഡേഴ്സ് ഫിറ്റ്നസ് എക്സലൻസ് അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞു ഫിറ്റ്നസ് ട്രെയിനറിന്റെ കാര്യം. ഒരുപാട് ലേഡി ട്രെയിനേഴ്സിന് ഒരുപാട് വേക്കൻസി ഇന്ത്യയിലും അബ്രോഡും ഉണ്ട്. നമുക്കറിയാം, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ഇപ്പം സായിലോ അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അത്ലറ്റിക്സ് ആണ് ഇവരെല്ലാവരും ഉള്ളത്. പക്ഷേ അവർക്കൊക്കെ ജോലി കുറവാണ്. കാരണം ഒരു സ്കൂളിൽ 2 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, 3 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മാക്സിമം ഉണ്ടാവുള്ളൂ.
പക്ഷെ അവർക്ക് ഓൾറെഡി ഗ്രൗണ്ട് എക്സസൈസും അവർക്ക് കംപ്ലീറ്റ് ഫിറ്റ്നസ് റിലേറ്റഡ് കംപ്ലീറ്റ് കാര്യങ്ങൾ അവർക്ക് അറിയാം. ബട്ട് കുറച്ച് വെയിറ്റ് ട്രെയിനിങ്ങും കുറച്ച് ഗ്രൂപ്പ് എക്സസൈസും ക്ലാസ്സസും കൂടി അവർക്ക് പഠിപ്പിച്ചാൽ, ഈ സർട്ടിഫിക്കറ്റ് എടുത്താൽ അവർക്ക് എല്ലാവർക്കും ഒരു നല്ല കരിയർ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലേഡി ട്രെയിനേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ബാച്ചസ്. അതേപോലെ തന്നെ പാവപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടാവും, ഈ എഡ്യൂക്കേഷൻ ഉണ്ട് ബട്ട് ഒരു ജോലിയോ അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യാൻ പറ്റാത്ത അവരെ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി സ്പോർട്സ് കൗൺസിലിന്റെ ഇൻചാർജിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ബന്ധപ്പെട്ട് അതിൽ നിന്ന് വർഷം നമ്മളൊരു 10-15 പേരെ ഫ്രീ ആയിട്ട് നമ്മൾ അവരെ പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് പഠിപ്പിച്ച് അവരെ ജോബ് പ്ലേസ് ചെയ്യാനുള്ള കാര്യം കൂടി ലീഡേഴ്സ് ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ലീഡേഴ്സ് ഫിറ്റ്നസിനെ കുറിച്ച് മനസ്സിലായി. ഇറ്റ്സ് എ ടോട്ടലി എ ഫിറ്റ്നസ് അക്കാഡമി. അതോടൊപ്പം ഒരു നല്ലൊരു ഹെൽത്ത് ക്ലബ്ബ് കണ്ണൂർ ക്യാപിറ്റൽ മോളിൽ സെപ്റ്റംബർ 3 പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോ ഇവിടെ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും ലീഡേഴ്സ് ഫിറ്റ്നസിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും, എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എവരിവൺ നമ്മൾ ലീഡേഴ്സ് ഫിറ്റ്നസിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. 2 വാക്ക് സംസാരിക്കാം. ഫാദർ. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. കഠിനമായ പ്രയത്നം, വിശ്വാസം, അതുപോലെ ഉള്ള ഒരു കാര്യങ്ങളാണ്, ആത്മാർത്ഥ നിങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒട്ടനവധി ചാരിത്യ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക്, വീട്ടിലാത്തവർക്ക്, കല്യാണം കഴിക്കാം, ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികൾക്ക് എല്ലാ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാ സംരംഭങ്ങളും ഫാദറും മദറും തന്നെയാണ് ഇനോഗ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ മേയർ ആണ് ഇവരുണ്ടാവും, ഫാദറും മദറും കൂടെ ഉണ്ടാവും. മേയർ ഉണ്ട്, പിന്നെ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അദ്ദേഹം ആണ് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചില ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം ഓൺലൈനിലൂടെ ജോയിൻ ചെയ്യാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പിന്നെ മറ്റുള്ള എല്ലാവരും മേയർ ഉണ്ട്, നമ്മുടെ ഫിലിം ആക്ടർ റിയാസ് ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ അബു സലീം ഖാൻ ഫോർമർ മിസ്റ്റർ ഇന്ത്യ, പിന്നെ മിസ്റ്റർ യൂണിവേഴ്സ് ആയിട്ടുള്ള, അതായത് വേൾഡ് ചാമ്പ്യൻ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാളാണ് പോയിട്ടുള്ളത്. അതും കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാം, ചിത്രേഷ് നടേശൻ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യ ശ്രീയ അയ്യർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റെപ്സ് രജിസ്റ്റർഡ് ഫോർ എക്സൈസ് പ്രൊഫഷണൽസിന്റെ സിഇഒ ഋതു മാഗോ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകളാണ് വരുന്നത്. അതെ, ക്യാപിറ്റൽ മോള്, കണ്ണൂർ ക്യാപിറ്റൽ മോള് 5th ഫ്ലോറിലാണ് ലീഡേഴ്സ്. ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആണ്. ICREPS എന്ന് പറഞ്ഞൊരു കോൺഫെഡറേഷൻ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണ്. ഒരു അവാർഡിംഗ് ബോഡിയാണ് റെപ്സ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ റെപ്സ് ഇന്ത്യ പോലെ തന്നെ നമുക്ക് റെപ്സ് ഖത്തർ ഉണ്ട്, റെപ്സ് കാനഡ ഉണ്ട്, റെപ്സ് UAE ഉണ്ട്. അപ്പൊ ഈ ICREPS അണ്ടറിൽ വരുന്ന നിങ്ങൾ ഏത് ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇന്റർനാഷണൽ പോർട്ടബിലിറ്റി എന്നൊരു സംഭവം അവൈലബിൾ ആണ്. അപ്പോൾ ഒരു രാജ്യത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ റെപ്സ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ റെപ്സ് UAE പോർട്ടബിൾ ആയിട്ട് അവിടെ പോയിട്ട് റെപ്സ് UAE സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈയും ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഇല്ല, മിനിമം ക്വാളിഫിക്കേഷൻ അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജിം നോളേജ് മാത്രം മതി. പിന്നെ നിങ്ങൾ ഈ ഒരു 10th ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഏജ് ലിമിറ്റ് 18 ആണ്, മിനിമം 18 ക്വാളിഫിക്കേഷൻ ആണ് ഏജ്. നമ്മളൊരു ബാച്ച് വരുന്നത് 50 സ്റ്റുഡൻസ് ആണ് ഒരു ബാച്ചിൽ വരുന്നത്. നമ്മൾ എല്ലാ മാസം 50 ക്ലബിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു 5200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഹെൽത്ത് ക്ലബ്ബാണ്. നമ്മൾ ഡിഫറെന്റ് ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലേഡീസിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, അതുകൊണ്ട് മിക്സഡ് ആയിട്ട് കളിക്കുന്നവർക്ക് മിക്സഡ് ആയിട്ട് കളിക്കും. ഗ്രൂപ്പ് ക്ലാസ്സിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, ലോഞ്ച് ഏരിയ ഉണ്ട്. ഏകദേശം ഒരു 50 ആളുകൾക്ക് ഒരു സമയത്ത് 50 to 60 ആളുകൾക്ക് ഇപ്പോൾ പ്രോട്ടോകോൾ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ എൻട്രി കൊടുക്കുക. ഒരാൾക്ക് 1 hour എന്നുള്ള ലിമിറ്റിലാണ്. അതുപോലെ രാവിലെ 5:30 മുതൽ രാത്രി 10 വരെ ജിമ്മുണ്ട്. ഫുൾ ടൈം ഓപ്പൺ ആണ്. നമ്മൾ ഈ ഉച്ചയ്ക്ക് പൂട്ടിയിടുക അങ്ങനെ സംഭവമൊന്നുമില്ല. ഇനഫ് ട്രെയിനേഴ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഹോംലി ആയിട്ടുള്ള ആൾക്കാരുടെ ജോലിയില്ലാത്ത ഫാമിലി ആൾക്കാർക്കൊക്കെ നേരിട്ട് അവർക്ക് വന്ന് ഉച്ചക്കൊക്കെ വന്ന് കളിക്കാൻ പറ്റും. കൂടുതൽ ക്രൗഡില്ലാത്ത സമയം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 50 ആളുകൾക്ക് നമുക്ക്
അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ജിമ്മിൻ്റെത് ഒരു വർഷത്തിൽ 30,000 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. വർഷത്തിൽ 30,000 ഇന്ത്യൻ റുപ്പീസ്. പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്ത് ജിമ്മിലുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജിമ്മാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻബോഡി അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആക്ച്വലി ഒരാൾ മെമ്പർ ആയി കഴിഞ്ഞാൽ അവരെ അങ്ങനെ വന്ന് ജിമ്മ് കളിക്കാൻ പോകാന്നല്ല, അവരുടെ ബോഡി മൊത്തം ഒരു ഇൻബോഡി അനാലിസിസ് എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്. അതിനകത്ത് അവരുടെ BMI നോക്കാൻ പറ്റും, പ്രോട്ടീൻ ലെവൽ, അവരുടെ എക്സ്ട്രാ വെയിറ്റ്, ഫാറ്റ് എല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു മെഷീനിൽ വെച്ച് നമ്മളെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം അവരെ നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച് ഗെറ്റിംഗ് യു സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന GYS 2 സെഷൻ നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കും. പിന്നെ അവിടെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേറൊരു കാര്യം, നമ്മുടെ ജിമ്മിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അവർ ഓൾറെഡി ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതോടൊപ്പം ഈ കോഴ്സ് പേഴ്സണൽ ട്രെയിനിങ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ ചില ആൾ മുട്ട് ഇഞ്ചുറി അല്ലെങ്കിൽ എൽബോ ഇഞ്ചുറി ആയിട്ട് വന്ന ആൾക്കാർ കളിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ബട്ട് അവർക്ക് നമ്മൾ റോങ് ആയിട്ട് എക്സസൈസ് പറഞ്ഞു കൊടുത്താൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പൊ ഒരു ഫിസിയോതെറാപ്പി ആണെങ്കിലോ ഫിസിയോ ഉണ്ടെങ്കിലോ അത് കൃത്യമായിട്ട് ഈ ഭാഗത്തേക്ക് ഇന്ന് എക്സസൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് റെക്ടിഫിക്കേഷന് വേണ്ടി ഇങ്ങനെയുള്ള സ്ട്രക്ചർ എക്സസൈസ് ചെയ്യണം എന്നുള്ള പ്രത്യേക ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ ഈ BMIയുടെ കാര്യം, മന്ത്ലി നമ്മൾ അവർക്ക് അവരെ BMI ഒക്കെ നോക്കി, BMI ബോഡി മൂവ്മെന്റ് കാര്യങ്ങൾ, ബോഡിയുടെ അനാലിസിസ് നോക്കി അവരുടെ റിസൾട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് ഒരു കാര്യം. മൂന്നാമത്തത് ഡയറ്റീഷ്യൻ. എല്ലാ ആഴ്ചയിലും 2 ദിവസം ഡയറ്റീഷ്യൻ ഉണ്ടാവും. ആ ഡയറ്റീഷ്യൻ അവരുടെ ഫുഡിന്റെ ബേസിക്സ് കാര്യങ്ങൾ എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മുടെ വ്യായാമം 30% ആണ്, നമ്മുടെ ഫുഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ ഹെൽത്തി ഫുഡ് 70% ആണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്താൽ മാത്രം നമ്മുടെ ബോഡി കൃത്യമായിട്ട് ഒരാൾക്ക് ആവശ്യമുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഒരുപാട് വർക്ക്ഷോപ്സ്, ഞങ്ങളുടെ അംബാസഡേഴ്സ് ന്യൂസിലാൻഡിലും സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള ആൾക്കാരാണ്. നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അവരുടെ വർക്ക്ഷോപ്സ് ഒക്കെ കിട്ടും. അതുകൂടാതെ ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റീസ്, പോലീസിന്, അതുപോലെ തന്നെ മറ്റുള്ള ഹോസ്പിറ്റൽസിൽ ഇവർക്കൊക്കെ കോർപ്പറേറ്റ് വർക്ക്ഷോപ്സ്, ഹെൽത്ത് റിലേറ്റഡ് വർക്ക്ഷോപ്സ് കൊടുക്കാനുള്ള പദ്ധതിയും കൂടി നമ്മൾക്കുണ്ട്. അപ്പൊ ഇത് ടോട്ടലി ഒരു ഫിറ്റ്നസിന്റെ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ സൊല്യൂഷനും, മെയിൻലി നോളജ് കൊടുക്കുക, കുറെ അവയർനെസ് ഉണ്ടാക്കുക നമ്മുടെ നാട്ടിൽ. ഇതിനൊക്കെയാണ് നമ്മൾ ഇതിന്റെ പിന്നിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. BMI ഫസ്റ്റ് ടൈം അല്ല ഞാൻ പറഞ്ഞത്, ഈ ഇൻബോഡി മെഷീൻ. അതായത് BMI എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഹൈറ്റും വെയിറ്റും നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നത് മാത്രമാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ ഫസ്റ്റ് ടൈം ആണോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ ഓരോ മന്തും അവരെ നമ്മൾ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകും. ഞാൻ ഒരുപാട് ജിമ്മിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ആ സമയത്തൊന്നും കണ്ടില്ല. പക്ഷെ ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് കൂടുതൽ അറിയില്ല. ബട്ട് ഈ ഒരു 5200 സ്ക്വയർ ഫീറ്റിൽ കണ്ണൂരിൽ ഫസ്റ്റ് ജിമ്മാണ്. കേരളത്തിൽ തന്നെ ഇത്രയും മെഷീനറീസ് ഉള്ള ഒരു ജിം കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കണ്ണൂരിൽ ഇപ്പോഴത്തെ ലാർജസ്റ്റ് ജിമ്മാണ് ലീഡേഴ്സ് ഫിറ്റ്നസ്. ഞാൻ എന്താ പറഞ്ഞത്, ഇന്ത്യയിൽ ആക്ച്വലി അത് നിർബന്ധമല്ല. ഇപ്പൊ നമ്മൾ എല്ലാ ജിമ്മിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സർട്ടിഫിക്കേഷൻ ചെയ്യണം നിർബന്ധമല്ല. ബട്ട് വിദേശ രാജ്യങ്ങളിൽ നിർബന്ധമാണ്. ഒരു ജിമ്മിന് A ഗ്രേഡ് B ഗ്രേഡ് കാറ്റഗറി കിട്ടണമെങ്കിൽ, ഇപ്പൊ എനിക്ക് ജിമ്മ് കറാമയിൽ ദുബായിലുണ്ട്, ഇതേ ലീഡേഴ്സ് ഫിറ്റ്നസ്. അപ്പൊ നമുക്ക് ഓരോ ഗ്രേഡ് വരും. അവിടുത്തെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ റെപ്സ് UAE ആ ഗ്രേഡ് കിട്ടണമെങ്കിൽ അവിടെ ഉള്ള ട്രെയിനർമാർ ഈ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, അല്ലാതെ പറ്റത്തില്ല. പിന്നെ ഈ സർട്ടിഫൈഡ് ആയ ട്രെയിനറിന് 3000 ദിർഹംസ് മിനിമം ശമ്പളം. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ട്രെയിനേഴ്സും അറിയാൻ പറ്റും, 3000 ദിർഹംസ് മിനിമം ശമ്പളം അവർക്ക് അവിടെ കിട്ടും. സർട്ടിഫൈഡ് അല്ലാത്തവർക്ക് 1500 1200 ദിർഹംസ് കൊടുത്തിട്ട് കഷ്ടപ്പെട്ട് 12 മണിക്കൂർ 13 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു കാര്യമാണ് വരുന്നത്. അപ്പൊ ഈ കോഴ്സ് ഇവിടെ ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന 65,000 രൂപയാണ്. 4 മാസത്തെ കോഴ്സാണ്, 10 ദിവസം പ്രാക്ടിക്കൽ ആണ്. ഇപ്പൊ തന്നെ ഞാൻ പറയാം, ഓൾറെഡി 3 ബാച്ചിന് പ്രാക്ടിക്കൽസ് കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഈ 65,000 ഒരു 4 മാസം കൂടി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കുന്ന ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ പുറത്ത് പോകാൻ പറ്റും. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഈ കോഴ്സ് അംഗീകരിച്ച സ്ഥാപനമുള്ളൂ. അതിൽ ഒരു സ്ഥാപനമാണ് കണ്ണൂരിന്റെ നമ്മുടെ ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി. ഇന്ത്യയിൽ ഓൾറെഡി 4 മാത്രമേ ഉള്ളൂ. അത് റെപ്സ് ഇന്ത്യ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്രൂവ്ഡ് ട്രെയിനിങ് സെന്റർ ഒരു 4 പേരാണ് നമുക്ക് കാണാൻ പറ്റുക. അതിലെ ഒരു സെന്ററാണ് ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി. പ്ലേസ്മെന്റ് ആക്ച്വലി ഞങ്ങൾ വിദേശത്ത് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ തന്നെ കുറച്ച് ഹെൽത്ത് ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഞങ്ങൾ ട്രെയിനേഴ്സിനെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് എടുക്കാൻ ഗ്യാരണ്ടി പറയാൻ പറ്റും ഞങ്ങളുടെ സ്റ്റുഡൻസിന്.
അല്ലാത്തവരെ ഞങ്ങൾക്ക് ഒരുപാട് ബിഗ് ചെയിൻ ഗ്രൂപ്പുമായിട്ട് നമുക്ക് ഓൾറെഡി ടൈപ്പ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ടൈപ്പായിട്ട് നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റും മാക്സിമം. ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പേഴ്സണൽ ട്രെയിനിങ്ങിന് മറ്റൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ജോബ് കിട്ടണം എന്ന് നിർബന്ധമില്ല ഒരു ജിമ്മില്. പേഴ്സണൽ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ട്രെയിനറാണ്. അത് നമുക്ക് അവരുടെ ഫ്ലാറ്റിൽ പോയിട്ട് അവിടെ ജിം ഉണ്ടാവും, അവിടെ പോയി ചെയ്യാം. ഇല്ലെങ്കിൽ അവരുടെ എവിടെയെങ്കിലും മറ്റേ ലോണിലോ പുല്ലിലോ പാർക്കിലോ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാം. ഒരു സെഷന് നമുക്ക് അവിടെ ദുബായിലും ഇവിടുത്തെ റേറ്റ് എനിക്കറിയില്ല, 500 രൂപയൊക്കെ സെഷന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, 1000 വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, 2000 പെർ സെഷന് പെർ അവർ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, 5000 വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ 100 ദിർഹംസ് മിനിമം നമുക്കൊരു സെഷന് കിട്ടും. അപ്പൊ അങ്ങനെ അവർക്ക് ഏൺ ചെയ്യാം. ഒരു 8 മണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാൽ 8 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഡിഫറെന്റ് ക്ലയൻസിന്റെ അടുത്ത് 800 ദിർഹംസ് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ജോലി വേണമെന്നില്ല, സ്വയം അവർക്ക് ജോലി നേടാനുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് സ്റ്റുഡൻസ് ഈ മേഖലയിൽ ഒരു നോളജും ഇല്ലാത്ത സ്റ്റുഡൻസ് വരുന്നുണ്ട്. ആ സ്റ്റുഡൻസ് ഒരു കരിയർ ബിൽഡ് ചെയ്യാനാണ്. അപ്പൊ എനിക്ക് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യൂസിനോടും പറയാനുള്ളത്, നിങ്ങൾ ജോലി തപ്പി നടക്കണ്ട. ഇതിന് 2 ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങളുടെ ഹെൽത്ത് നമ്മൾ എല്ലാവരും നോക്കുന്ന ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ആ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമത്തെ സമയം നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്യാം. ഈ 2 മ്യൂച്വൽ ബെനിഫിറ്റ് ഒരേ സമയത്ത് കിട്ടുന്നതാണ് ഈ മേഖലയിൽ വന്നുള്ള ഗുണം. അതും എല്ലാവരും അറിയിക്കണം. റബ്സ് ഇന്ത്യ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവിടുത്തെ സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്കിൽ ഇന്ത്യ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് എടുത്താൽ, ഗവൺമെന്റിന്റെ സ്കിൽ ഇന്ത്യ സർട്ടിഫിക്കറ്റ് എടുത്താൽ മാത്രം ആക്ച്വലി നാഷണൽ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് NSDC, സ്കിൽ ഇന്ത്യ ആൻഡ് STFL-SCന്റെ അതായത് നാഷണൽ സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. അത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആണ്, നമ്മൾ അഫിലിയേറ്റഡ് ആണ് അതിന്റെ. പിന്നെ നിങ്ങൾക്ക് NSQL അത് ആ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റെക്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആളുകളും മാധ്യമപ്രവർത്തകരും നമ്മുടെ ഈ ഒരു ഇനോഗ്രേഷന് വരണം. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.